ഇന്നലെ ഇടുക്കിയിൽ കോൺഗ്രസിൽ സംഭവിച്ച വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു പരസ്യമായി MP ആയി ഡീൻ കുര്യാക്കോസിനെതിരെ രംഗത്ത് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ മറ്റൊരു പൊളിറ്റിക്സ് ആ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ വർക്ക് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഡീൻ കുര്യാക്കോസിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് തുറന്നടിക്കുകയായിരുന്നു CP മാത്യു ചെയ്തത്. ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകരയാണ്, മൂക്കാതെ പഴുത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രൂക്ഷമായ ആക്ഷേപങ്ങളാണ് ഇന്നലെ ഡീൻ കുര്യാക്കോസിനെതിരെ CP മാത്യു ഉന്നയിച്ചത്. അതിനുള്ള മറുപടികൾ ഇന്നിതാ വന്നു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ആദ്യം ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ഡീൻ കുര്യാക്കോസിനെതിരെ പറഞ്ഞ ആ വാചകങ്ങൾ കേൾക്കാം. അതിനുശേഷം ഇന്ന് അതിന് കിട്ടിയ മറുപടികളിലേക്ക് നമുക്ക് പോകാം. ആദ്യം CP മാത്യുവിന്റെ വാക്കുകളിലേക്ക്. MP ഒരുപാട് മൂക്കാതെ പഴുത്തുപോയതിൻ്റെ കുഴപ്പമാണ് MP അങ്ങനെ പറയേണ്ടി വന്നത്. MP കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളൊന്നുമില്ല, ഇടുക്കിയിലെ MP ആണ്. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കലൂർ സ്കൂളിൽ ഒരു സമരം ചെയ്തത്. ഐപ്പ് മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് KSUക്കാരെ പിരിച്ചുവിട്ടപ്പോൾ സമരം അന്ന് 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സാകുമ്പോൾ മുറ്റത്തോടെ നടക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാൻ കാരണം. MPയുടെ പണി നോക്കിയാൽ മതി. സംഘടനാപരമായി DCC പ്രസിഡന്റുകളിൽ ചെയ്യാനുള്ള പണി എനിക്ക് അറിയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. MPയുടെ ഒരു സഹായവും ഇക്കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ 5 വർഷമായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ മറ്റ് ജില്ലകളിലെ എല്ലാ MPമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും DCC പ്രസിഡന്റുകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്ന പഞ്ചായത്ത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, അല്ല മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. മെമ്പർ ഓഫ് പാർലമെൻറ്റ് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഈ ജില്ലയിൽ ജയിച്ചിട്ടുള്ള MLAമാരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്, എവിടെ നിൽക്കുന്നതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ചൊറിഞ്ഞ് മാന്തി കിട്ടിയിട്ടുള്ള സൗഭാഗ്യം കളയരുത് എന്ന് ഞാൻ അഡ്വാൻസായി പറയുന്നു. ഇത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് MP-നെ കുറിച്ച് വന്ന വാക്കുകളല്ല, സ്വന്തം പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ MP-നെ കുറിച്ച് പറഞ്ഞു വെക്കുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എത്രമാത്രം വിലമതിക്കുന്നുണ്ട് സ്വന്തം MP-നെ സ്വന്തം പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന് മാത്രം നമുക്ക് ഈ വിഷയത്തിൽ പരിശോധിച്ചാൽ മതി. സ്വാഭാവികമായും ഇതിന് മറുപടികൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ആ മറുപടികൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. DCC പ്രസിഡന്റ് ഓരോ ദിവസവും ഓരോ നേതാക്കളെ പരസ്യമായി ആക്ഷേപിക്കുന്നുവെന്നാണ് DCC ജനറൽ സെക്രട്ടറിയായ അരുൺ പൊടിപാറ മറുപടി പറഞ്ഞിരിക്കുന്നത്. CP മാത്യു ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഇരിക്കാൻ പോലും തോന്നുന്നില്ലെന്നും ഡീൻ കുര്യാക്കോസിന്റെ സംഘടനാ പ്രവർത്തന പാരമ്പര്യം വിശദീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ ബിജോ മാണിയും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബിജോ മാണിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. അതിനുശേഷം സമഗ്രമായ വിവരങ്ങളിലേക്ക് പോകാം. ഇടുക്കി DCC പ്രസിഡന്റ് ശ്രീ CP മാത്യു ഓരോ ദിവസവും ഓരോ ആൾക്കാരെ ആക്ഷേപിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കടന്നു പോകുന്ന ഒരു രീതിയാണുള്ളത്. ഇത് തീർച്ചയായിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇത്ര രീതി ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോലുള്ള ഭാരവാഹികൾക്ക് ആ കമ്മിറ്റി ഇരിക്കാൻ പോലും ഇപ്പം ആക്ഷേപമായി മാറിയിരിക്കുകയാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ സമയത്ത് സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതിന് വേണ്ടി പിന്നെ ക്ഷമ പറയേണ്ടി വന്നു. പിന്നെ കുമ്പളി ശശി തരൂർ വന്നപ്പം അവിടെ ഒരു കോൺഗ്രസ്സുകാരനെ സ്റ്റേജിൽ നിന്ന് തത്തിച്ചുവിട്ടതിന് ഒരു പ്രശ്നം ഉണ്ടായി. ഇന്നിപ്പോൾ ഏതാണ്ട് ഇടുക്കി MP മൂക്കാതെ പഴുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടനം നടത്തിയ തൊടുപുഴയിലെ കോൺഗ്രസ് DC സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ഇദ്ദേഹം പുറത്താക്കിയപ്പോൾ അത് ശരിയായ രീതിയിലല്ല, അങ്ങനെ പുറത്താക്കിയ നടപടി ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇടുക്കി MPയോട് പറഞ്ഞതാണ് ഇപ്പോൾ നേരെ പാർലമെൻറ്റ് കാണത്തില്ല, ഇവിടുത്തെ MLAമാരുടെ അവസ്ഥ അറിയാമല്ലോ, അങ്ങനെ ഇങ്ങനെയാ, ഇനി ഒരു ആനുകൂല്യം ഉണ്ടാക്കത്തില്ല, ഞാൻ തോപ്പിച്ചുകൊള്ളെന്ന് ഇദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് പറയുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിൽ. കോൺഗ്രസിൽ അഖിൽ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. അഖിൽ, നേതാക്കൾ പരസ്പരം ചീത്ത വിളിക്കുകയാണ്. DCC പ്രസിഡന്റ് MP-നെ എന്തൊക്കെയോ പറയുന്നു, നല്ല രീതിയിൽ ആക്ഷേപിക്കുന്നു. അതിന് മറുപടിയായിട്ട് MPയുടെ ഭാഗമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നുകൊണ്ട് DCC പ്രസിഡന്റിന് മറുപടി പറയുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. VD സതീശൻ വിഭാഗത്തിനെതിരെ നടപടിയെടുത്തതാണ് അവിടുത്തെ ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അഖിൽ ഇപ്പോൾ ഇടുക്കിയിലെ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു, ഇടുക്കിയിലെ കോൺഗ്രസിലെ വിഷയങ്ങൾ സങ്കീർണമായി തുടരുകയാണ്. ഈ വിഷയങ്ങൾക്ക് ഏറ്റവും പ്രബലമായ കാര്യമെന്ന് പറയുന്നത് ഒന്ന്, CP മാത്യു എന്ന് പറയുന്ന ഇടുക്കി DCC പ്രസിഡന്റ് ഉൾപ്പെടുന്ന വിഭാഗം KC വേണുഗോപാൽ വിഭാഗമാണ്. ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടുന്ന ബിജോ മാണി ഉൾപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത് VD സതീശൻ വിഭാഗമാണ്. ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്യ പോരാണ് നിലവിൽ ഇടുക്കി കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടക്കമെന്ന് പറയുന്നത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴയിൽ ഒരു പ്രകടനം നടക്കുന്നു. ആ പ്രകടനത്തിൽ പങ്കെടുത്ത, ആ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ഇടുക്കി DCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള
ആളുകൾക്കുൾപ്പെടെ അടക്കം 4 പേർക്കെതിരെ, അതായത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം പ്രകടനങ്ങൾ നടന്നിരുന്നു. എന്നാൽ നടപടിയെടുത്ത ഒരേ ഒരു സ്ഥലം ഇടുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ 4 പേർക്കെതിരെ നടപടിയെടുത്തു. ഈ 4 പേർക്കെതിരെ എടുത്ത നടപടിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ നടപടിയെടുത്ത DCC പ്രസിഡന്റായിട്ടുള്ള CP മാത്യുവിനെതിരെ ഡീൻ കുര്യാക്കോസ് MP പരസ്യമായി രംഗത്ത് വരുന്നു. DCC പ്രസിഡന്റ് എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ്, പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത നേതാവാണ് എന്ന തരത്തിൽ CP മാത്യുവിനെതിരെ ഡീൻ കുര്യാക്കോസ് പരസ്യമായി രംഗത്ത് വരുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്നലെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ DCC പ്രസിഡന്റായിട്ടുള്ള CP മാത്യു നൽകിയത്. മൂക്കാതെ പഴുത്ത നേതാവാണ്, CP മാത്യുവിനെ പഠിപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല എന്ന തരത്തിൽ ഗ്രൂപ്പ് പോലും രൂക്ഷമായി പുറത്തു വന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാചകം CP മാത്യുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്, ഡീൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇടുക്കിയിൽ 4 കോൺഗ്രസ് MLA-മാരാണ് ഉള്ളത്. കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ചു വന്ന 4 MLA-മാർ ഇടുക്കിയിൽ നിന്നുണ്ട്. ആ ഉള്ള MLA-മാർ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നുള്ളൊരു ചോദ്യം CP മാത്യു ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 4 MLA-മാരും KC വേണുഗോപാൽ പക്ഷത്താണ്. ഇടുക്കി ജില്ലയിൽ നിന്ന് വിജയിച്ചു വന്ന 4 MLA-മാരും KC വേണുഗോപാൽ പക്ഷത്ത് നിൽക്കുന്നവരാണ്. അത് ഡീൻ കുര്യാക്കോസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് DCC പ്രസിഡന്റായ CP മാത്യു. ഇത്തരത്തിൽ ഗ്രൂപ്പ് പോർ ഇങ്ങനെ മറനീക്കി അല്ലെങ്കിൽ പുറത്തേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, VD സതീശൻ മുഖ്യമന്ത്രിയായി. VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രൂപ്പ് പോര് പുറത്തു വന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം കൂടുതൽ വ്യാപിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അതിന്റെ ഒരു ഭാഗമെന്ന് പറയേണ്ടി വരും ബിജോ മാണി ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാർ ഡീൻ കുര്യാക്കോസിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തിയത്. നിലവിൽ നമ്മൾ ഡീൻ കുര്യാക്കോസിനെ ഇതിന് മറുപടിക്കായി ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഡൽഹിയിലാണ് ഉള്ളത്. അദ്ദേഹം തിരിച്ചെത്തിക്കഴിഞ്ഞ് അതിലും രൂക്ഷമായ ഒരു മറുപടി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. എന്തു തന്നെ ആയാലും വളരെ രൂക്ഷമായി ഇടുക്കിയിലെ കോൺഗ്രസിലെ വിഷയങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഇനി ഇടുക്കിയിലെ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ ഇടുക്കിയിൽ നിന്ന് ഒരു മന്ത്രിമാർ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന സ്ഥിരീകരിക്കാത്ത ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് KC വേണുഗോപാൽ പക്ഷത്തെ പൂർണ്ണമായും ഒഴിവാക്കും എന്നുള്ളൊരു സ്ഥിരീകരിക്കാത്ത വിവരം കൂടെ കിട്ടുന്നുണ്ട്. അത്തരത്തിലൊരു ഘട്ടം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിഷയം കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇടുക്കി DCC പ്രസിഡന്റായിട്ടുള്ള CP മാത്യുവും VD സതീശൻ പക്ഷവും തമ്മിലുള്ള യുദ്ധം കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത.